ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തിയതിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. ആരുടെയും മുമ്പിൽ കീഴടങ്ങേണ്ട കാര്യം ഇന്ത്യക്കില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും KN ബാലഗോപാൽ 24-നോട്. ഇപ്പോൾ ഈ അമേരിക്ക നടപ്പിലാക്കാൻ നിർബന്ധിക്കുന്ന തീരുമാനം നടപ്പിലാക്കിയാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മേഖലയെ വലിയ തോതിൽ ബാധിക്കും, ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കും. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് അധികം ഉണ്ടാവുന്നത് നല്ലതല്ല. അതുകൊണ്ട് അതിശക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കണം. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയൊന്നും ആരുടെയും പിന്നെ കീഴടങ്ങേണ്ട ഒരു രാജ്യവുമല്ല ഇന്ത്യ. കേരളത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾ ജനങ്ങളാകെ ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നങ്ങൾ ഉയർത്തുകയും വേണം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഈ അമേരിക്കൻ പ്രസിഡന്റ് നീക്കം നമുക്ക് നമ്മുടെ ഓണം കേറാ മൂലകളിൽ പോലും സ്വാധീനമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ചില അനുരണനങ്ങൾ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയും കാർഷിക മേഖലയും വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ് തീരുവ കൂട്ടിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനം. ഇത് സർവ്വതല പ്രശ്നമായ ഒരു പ്രശ്നമായി മാറുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല, ഇത് സാധാരണ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക്, ഒപ്പം തന്നെ കയറ്റുമതിക്കാർക്ക് ഒക്കെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന വിഷയമാണ്. സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിലും കേരളത്തിന് അമേരിക്കയുമായി വ്യാപാര ബന്ധങ്ങളുണ്ട്. ഇതിനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറും. മാത്രമല്ല, വൻതോതിൽ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. ഇപ്പോൾ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട IT സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളായ TCS 12,000 ആളുകളെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ മേഖലയിലേക്കും ഈ തീരുവയുടെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് അടക്കമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയും ഒക്കെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഈ പ്രശ്നമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.